അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ എഴുതി ചേർക്കാറുള്ള ഒരു വാചകം ഇതാണ്: കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവകൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മോട് കാണിച്ച മഹാകരുണയ്ക്കാണ് കൃപ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ മഹാദയ അത് നമുക്ക് പ്രാപിക്കുവാൻ യാതൊരു യോഗ്യതയുമില്ലായിരുന്നു. എന്നാൽ അങ്ങനെ യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന നമ്മോട് ദൈവം കാണിച്ച മഹാദയ, അല്ലെങ്കിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന മഹാദയ, ആ മഹാകരുണ, അതാണ് കൃപ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് എത്രമാത്രം വലിയ കരുണയാണ് കാണിച്ചത്, എത്ര വലിയ കൃപയാണ് ദൈവം നമുക്ക് നൽകിയത്. അതുകൊണ്ടാണല്ലോ നമുക്ക് ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ തന്നെ ഇടയായത്. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയിരിക്കുന്നത്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എത്ര വലിയ സ്നേഹം, എത്ര വലിയ ദയ, എത്ര വലിയ കരുണ ദൈവം നമ്മോട് കാണിച്ചു. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ഈ താണലോകത്തിലേക്ക് അയച്ച് നമ്മുടെ എല്ലാം പാപങ്ങൾ അവിടുത്തെ പുത്രന്റെ മേൽ ചുമത്തി കാൽവറി ക്രൂശിൽ ഒരു യാഗമായി അർപ്പിച്ച് അവിടുത്തെ പുത്രന്റെ അവസാനത്തുള്ളി രക്തം വരെയും, ആ പരിപാവനമായ രക്തം നമുക്ക് വേണ്ടി മറുവിലയായി ദൈവനീതിയുടെ മുൻപാകെ ഒഴിച്ച് നമ്മെ വീണ്ടെടുത്ത് ദൈവമക്കളാക്കി തീർത്ത ആ മഹാകരുണ എത്ര വലുതാണ് എന്നിന്ന് രാവിലെ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കട്ടെ. അങ്ങനെ ദൈവം നമ്മോട് കൃപ കാണിച്ചു. ഓരോ ദിവസവും ആ കൃപയിലൂടെ ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നമുക്ക് ദൈവം കൃപ ദാനമായി നൽകുകയാണ്. ആ കൃപയാലാണ് നാം ജീവിക്കുന്നത്. ഓരോ ദിവസവും നമ്മെ മുൻപോട്ട് നയിക്കുന്നത് ആ ദൈവകൃപയാണ്. നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരുമ്പോൾ നമ്മെ താങ്ങി നടത്തുന്ന ദൈവകൃപ എത്ര വിലയേറിയതാണ്. ഓരോ ദിവസവും നാം അറിയാതെ ആ കൃപ ദാനമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മനസ്സ് വിഷമിക്കുമ്പോൾ, നമ്മുടെ കണ്ണ് നിറയുമ്പോൾ, നാം രോഗികളാകുമ്പോൾ, ക്ഷീണിതരാകുമ്പോൾ, നാം വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, ആരും നമ്മുടെ അരികിലില്ലാതെ വരുമ്പോൾ, നാം ഏകരാണെന്ന് തോന്നുമ്പോൾ, നമ്മുടെ വ്യസനം വർദ്ധിച്ച് വല്ലാത്തൊരു പരിതസ്ഥിതിയിലൂടെ നാം കടന്നു പോകുമ്പോൾ, നാം അറിയാതെ നമ്മുടെ അരികിലേക്ക് വരുന്ന ദൈവം നമുക്ക് നൽകുന്ന ദൈവ കൃപ അളവറ്റതാണ്. എത്ര വലിയ കൃപയാണ് ദൈവം നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളുടെ മുൻപാകെയൊക്കെ പതറിപ്പോകാതെ മുൻപോട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ആ ദൈവകൃപയുള്ളത് കൊണ്ടാണ് നാം വീണുപോകാത്തത്. എന്നാൽ ഈ കൃപയിലല്ലാത്തവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ വളരെ വലിയ ബുദ്ധിമുട്ടായി, അവരുടെ ജീവിതം തന്നെ ദുസ്സഹമായി തീർന്ന് അവർ ജീവിതത്തെ ശപിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുമ്പോൾ, അനേകർ ജീവിതത്തിന് ലക്ഷ്യബോധമില്ലാതെ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ, അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ പ്രതിസന്ധികളുടെ മുൻപാകെ നിരാശരായി തീർന്ന് മുൻപോട്ട് ജീവിക്കേണ്ട എന്ന് വിചാരിച്ച് വല്ലാതെ പരിതപിക്കുന്ന സമയത്തും സമാനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾ എന്തുകൊണ്ടാണ് ധൈര്യസമേതം ജീവിക്കുന്നത്? എന്തുകൊണ്ടാണ് കഷ്ടതയുടെ മധ്യത്തിലും അവർ പാട്ടുപാടുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് യാതൊരു നിരാശയും അവരുടെ മുഖത്ത് പ്രതിഫലിക്കാത്തത്? കാരണം ദൈവകൃപയാണ്. അവരറിയാതെ അവരുടെ അരികിലേക്ക് വന്ന് അവരെ തലോടുന്ന ഒരു കരം അവരോട് കൂടെ ഉണ്ടെന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം. നാം ഇന്ന് രാവിലെ ആ പാട്ടിലൂടെ കേട്ടത് അത് തന്നെയാണ്. കൃപയാലാണ് നാം ജീവിക്കുന്നത്. കൃപയാൽ മാത്രമാണ് നാം ജീവിക്കുന്നത്. ദൈവകൃപ നമ്മെ മുൻപോട്ട് ജീവിക്കുവാൻ സഹായിക്കുന്നതാണ്. പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും മധ്യത്തിൽ തളർന്നു പോകാതെ മുൻപോട്ട് ജീവിക്കുവാനുള്ള പാത കാണിച്ചു തരുന്ന ദൈവകൃപ, മുൻപോട്ട് പോകുവാനുള്ള ശക്തി നൽകിത്തരുന്ന ദൈവകൃപ, മനസ്സിന് ധൈര്യം നൽകുന്ന ദൈവകൃപ, നമ്മെ തലോടുന്ന ദൈവകൃപ, രോഗത്തിൻ്റെ മധ്യത്തിലും ക്ഷീണത്തിൻ്റെ മധ്യത്തിലും സൗഖ്യം നൽകുന്ന, ആശ്വാസം നൽകുന്ന, പ്രത്യാശ നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന ദൈവകൃപയ്ക്കായി ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തിന്
നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രയോ കുറവുകളും കുറ്റങ്ങളും ബലഹീനതകളും ഒക്കെ നമ്മുടെ ഭാഗത്തുണ്ട്. എത്രയോ തവണ നാം ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി. എന്നാൽ അതൊന്നും ഓർക്കാതെ പുത്രനിലൂടെ നമ്മെ സ്നേഹിക്കുന്ന സ്നേഹവാനായ പിതാവായ ദൈവം നമ്മോട് കാണിക്കുന്ന ദയ എത്ര വിലയേറിയതാണ്. നമ്മുടെ വീഴ്ചകളോ താഴ്ചകളോ പരിമിതികളോ നമ്മുടെ കഴിവുകേടുകളോ ഒന്നും ഓർക്കാതെ നമ്മെ കരുതുന്ന ദൈവകൃപ എത്ര വലുതാണ്. ഓരോ ദിവസവും ആ കൃപയാൽ നമ്മെ മുൻപോട്ട് ദൈവം നയിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുടുംബത്തെ ദൈവം നയിക്കുന്നു, നമ്മുടെ തലമുറകളെ ദൈവം നയിക്കുന്നു. ദൈവം ധാരാളമായി നൽകുന്ന ദൈവകൃപയ്ക്കായി ഇന്ന് രാവിലെ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഇന്ന് രാവിലെ നാം ജീവനോടെ ഇരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപയാണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആ കൃപയാണ് നമ്മെ ജീവിക്കുവാൻ അനുവദിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ ആ കൃപ ധാരാളമായി നമ്മിലേക്ക് നൽകുന്ന സ്നേഹവാനായ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് ഇന്ന് രാവിലെ നമുക്കും പറയുവാൻ സാധിക്കട്ടെ, ഞാൻ ആയിരിക്കുന്നത് കൃപയാലാകുന്നു. എൻ്റെ മിടുക്കോ എൻ്റെ കഴിവോ എൻ്റെ സ്വാധീനമോ എൻ്റെ സമ്പത്തോ ഒന്നുമല്ല എന്നെ നേരെ നിർത്തിയിരിക്കുന്നത്. പ്രത്യുത ദൈവകൃപയാണ് എന്നെ നേരെ നിർത്തിയിരിക്കുന്നത്. എന്നെ ജീവിക്കുവാൻ അനുവദിക്കുന്നത് ദൈവകൃപയാണ്. നമ്മുടെ യാതൊരു പ്രവൃത്തികളും നമ്മുടെ സഹായത്തിനോ നമ്മുടെ രക്ഷയ്ക്കോ മതിയാകുന്നതല്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഴുതിയിരിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ദൈവത്തിൻ്റെ ദാനമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ അളവറ്റ കൃപയുടെ സംഭാവനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് വീണ്ടും എഴുതുകയാണ്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അതുകൊണ്ട് ആ കൃപയാണ് നമുക്ക് ദാനമായി നൽകിയ രക്ഷ. ആ കൃപയാലാണ് നമ്മെ ഓരോ ദിവസവും മുൻപോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ആ കൃപ ദാനമായി നൽകുന്ന വലിയവനായ സ്വർഗീയ പിതാവിൻ്റെ അരികിലേക്ക് നമുക്ക് അടുത്തിയെല്ലാം. നമ്മെ നയിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, തലോടുന്ന, ആശ്വസിപ്പിക്കുന്ന, കണ്ണുനീരൊപ്പുന്ന ആ കൃപയുടെ അരികിലേക്ക് ഇന്ന് രാവിലെ അടുത്തിയെല്ലാം. ആ കൃപ ഒരു വലിയ നദിയായി നമ്മിലേക്ക് ഒഴുകട്ടെ. ഇന്നത്തെ ദിവസം മുഴുവനും ആ കൃപ അനുഭവിക്കുവാൻ നമുക്കിടയാകട്ടെ. ആപത്തുകളോ അനർത്ഥങ്ങളോ ഒക്കെ നമുക്കെതിരായി വരുമ്പോൾ അതിൽ നിന്നെല്ലാം നമ്മെ വിടുവിക്കുന്ന ആ ദൈവകൃപയുടെ അരികിലേക്ക് നമുക്ക് അടുത്തിയെല്ലാം. ഇന്നത്തെ ദിവസം ആ കൃപ അനുഭവിച്ചുകൊണ്ട് സുരക്ഷിതരായി അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവസന്നിധിയിൽ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുവാൻ നമ്മെ അനുവദിക്കുന്ന ആ ദൈവകൃപ ധാരാളമായി നമുക്ക് ലഭിക്കുവാൻ ഇന്നത്തെ ദിവസം കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നാം ഇന്ന് രാവിലെ കേട്ടതായ ആ പാട്ടിൽ എഴുതിയിരിക്കുന്നത് പോലെ നമുക്കും പാടുവാൻ സാധിക്കട്ടെ. കർത്താവേ, കൃപയാലാണ് ഞാൻ ജീവിക്കുന്നത്. അവിടുത്തെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഭൂമുഖത്ത് ജീവിക്കുവാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ നയിച്ചു കൊണ്ടുവന്നത് അവിടുത്തെ കൃപ ഒന്നു മാത്രമാണ്. എൻ്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, എൻ്റെ യാതൊരു അധ്വാനവും അതിൻ്റെ പിന്നിലില്ല. എന്നെ ജീവനോടെ നിലനിർത്തിയിരിക്കുന്നത് അവിടുത്തെ കൃപ ഒന്നു മാത്രമാണ്. ഇന്ന് രാവിലെ നമുക്ക് ആ കൃപയുടെ അരികിലേക്ക് ചെല്ലാം, ആ മുഖത്തേക്ക് നോക്കാം, ദൈവം മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും കൃപ ധാരാളമായി പിതാവിൽ ലഭിക്കുവാനിടയാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ ജീവനോടെ ഭൂമുഖത്ത് നിർത്തിയിരിക്കുന്നത് അവിടുത്തെ കൃപയാകയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകുന്ന അവിടുത്തെ ദാനമായ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപയില്ലാതെ ഞങ്ങൾക്ക് ഈ ഭൂമുഖത്ത് ഒരു നിമിഷം പോലും ജീവനോടെ ഇരിക്കുവാൻ സാധ്യമല്ല എന്നുള്ളത് അവിടുത്തെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതൊരു പ്രയാസവേളയിലും കർത്താവേ, അവിടുത്തെ കൃപയാൽ ഞങ്ങളെ പരിചരിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഏകരാണെന്ന് കരുതുമ്പോൾ ഞങ്ങളുടെ അരികിലേക്ക് അവിടുന്ന് കടന്നു വരുന്ന ആ ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ മനസ്സ് വിഷമിക്കുമ്പോൾ, ഞങ്ങളുടെ കണ്ണ് നിറയുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ അരികിലെത്തി ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ആരെങ്കിലും കർത്താവേ, പ്രയാസത്തിലോ ഭാരത്തിലോ ദുഃഖത്തിലോ ബുദ്ധിമുട്ടിലോ ഒക്കെ ഉണ്ടെങ്കിൽ, രോഗത്തിൻ്റെ ക്ഷീണം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവേ, അവിടുത്തെ കൃപ ധാരാളമായി അവർക്ക് നൽകിയാട്ടെ. അവരുടെ പ്രതിസന്ധികൾ വിടുതലിനായി
അവിടുത്തെ വലിയ കൃപ ധാരാളമായി അവരിലേക്ക് ചൊരിഞ്ഞാട്ടെ. ഇന്ന് രാവിലെ കർത്താവേ, അവിടുത്തെ കൃപ അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടെ, ധൈര്യത്തോടെ, സൗഖ്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.